ഇടുക്കിയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് റോയ് കെ പൗലോസിനെ പ്രഖ്യാപിച്ചതിൽ കട്ടപ്പനയിൽ ആഹ്ലാദ പ്രകടനം നടന്നു. യു.ഡി.എഫ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രകടനം സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. കേരളം കണ്ട ഏറ്റവും നാറിയ ഒരു ഗവൺമെന്റിനെ 10 കൊല്ലക്കാലം കേരളത്തിന് ശാപമായി മാറിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ കെട്ടുകടിച്ച് അധികാരത്തിൽ നിന്ന് പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുറവിളി, ആ മുറവിളി ഏറ്റെടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആരംഭിച്ചിരിക്കുന്ന ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ തുടക്കം ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് 9-ാം തീയതി പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞ് മെയ് മാസം 5-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇനി ഒരിക്കലും ഇന്ത്യയുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചു വരാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി, അധികാരത്തിന്റെ കുട്ടളങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ ഒരിക്കലും കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യയുടെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടി മാറുന്ന ഒരു ദിവസം, ആ ദിവസമായി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറുന്നു എന്നതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ആഗ്രഹിക്കുന്നത്. ഇടുക്കിയുടെ മണ്ണിൽ ഇടുക്കി കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ട വേദികളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ജില്ലയിൽ ഇന്ത്യയിലാകമാനം കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും പ്രശ്നങ്ങൾ ഉണ്ടായിരുമെന്ന് എന്നെ ശ്രമിക്കുന്ന എന്നെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അന്ന് ഇടുക്കി ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയുടെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരഭൂമികളിലേക്ക് കടന്നു പോകാൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭരണത്തിന്റെ പങ്കാളിയായിരുന്നെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സമരസമിതി രൂപീകരിച്ച സമരസമിതിയുടെ കൺവീനറായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ കർഷകരെയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് ശ്രീ റോയ് കെ പൗലോസ്.